കാത്തു നിർത്തി വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. ഒരു മെസ്സേജ് അയച്ചേക്കാം. ഇന്നലെ അയച്ച വീഡിയോ ഇഷ്ടമായോ? ആ അവളുടെ മെസ്സേജ് വന്നല്ലോ. ഹൂ ആർ യു എന്ന്. നീയാണോ എനിക്ക് മെസ്സേജ് അയച്ചേ? അല്ല. നിന്റെ ഫോൺ കാണിക്കടാ. സോറി. രാവിലെ ഇറങ്ങിക്കോളും. ഇനി ഈ സിമ്മ് നശിപ്പിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ശരിയാവില്ല. ഇപ്പൊ അവള് ശരിക്കും പേടിച്ചിട്ടുണ്ട്. ഇനി അവളെ ഫോൺ ചെയ്യാം. അല്ലടാ, നിന്റെ ശബ്ദം കേട്ടാ അവൾക്ക് മനസ്സിലാവൂലേ? എടാ, സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് ശബ്ദം മാറ്റാലോ. അവൾ കാരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഹലോ. ഹലോ മഹിമ മാഡം. താനാണോ എനിക്ക് മെസ്സേജ് അയച്ചേ? അതെ, നീ അഭിനയിച്ച പടത്തിന്റെ ക്യാമറാമാനും ഞാനാ. നീ ആരാടാ? ആണാണെങ്കിൽ നീ എന്റെ മുന്നിൽ വന്ന് നിക്കടാ. ഞാൻ ആണാണെന്ന് എന്താ നിനക്കിത്ര ഉറപ്പ്? ഇത് എന്റെ ശബ്ദമല്ല, ഞാനൊരു പെണ്ണായിക്കൂടെ? നീ ആരാണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. ധൈര്യം ഉണ്ടെങ്കിൽ നേർക്ക് നേരെ വാ. ധൈര്യമില്ല. എന്താ പോരെ? പക്ഷെ നീ എന്തിനെത്ര ധൈര്യം കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനൊന്ന് വിരലമർത്തിയ നിന്റെ സാക്ഷാൽ രൂപം ഈ ലോകം മുഴുവൻ കാണും. നിന്റെ ചേച്ചിക്ക് ഇതിനേക്കാളും വലിയൊരു അപമാനം ഉണ്ടാവാനുണ്ടോ? ഇപ്പൊ മാധവൻ സാറെന്ന് പറഞ്ഞ നാട്ടുകാർക്ക് അഭിമാനത്തോടെ ഓർക്കാൻ പറ്റുന്ന ഒരാളാ. പക്ഷെ ഈ വീഡിയോ ഇറങ്ങിയാലോ, മറ്റേ വീഡിയോയിലെ പെണ്ണിന്റെ അച്ഛനെന്നായിരിക്കും എല്ലാവരും അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുക. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നിന്റെ മുമ്പിൽ ഉണ്ടായിട്ടും നീ ഇങ്ങനെ ധൈര്യം കാണിക്കുന്നത് കാണുമ്പോൾ അഭിമാനം തോന്നുന്നു. നിന്നെ പോലൊരു പെണ്ണിനെ ലോകം മുഴുവനും അറിയണം, ആരാധിക്കണം. അതിന് ഞാൻ നിന്റെ ഈ വീഡിയോ നെറ്റിലിടും. പ്ലീസ്, നിങ്ങൾക്ക് എന്താ വേണ്ടത്? കറക്റ്റ് ചോദ്യം. ഇതായിരുന്നു നീ ആദ്യമേ ചോദിക്കേണ്ടത്. അല്ലാതെ വെറുതെ പഞ്ച് ഡയലോഗ് അടിക്കാൻ നിൽക്കല്ലേ. എനിക്കെന്താ വേണ്ടതെന്ന് ഞാൻ പറയാം. നീ ആദ്യം കോളേജിന്റെ ടെറസിലേക്ക് വാ. ഹലോ.